നമസ്കാരം. ഇറാന്റെ രാഷ്ട്രീയ സൈനിക ചരിത്രത്തിൽ അപൂർവമായൊരു നിശബ്ദതയാണ് ഈ വർഷം അനുഭവപ്പെട്ടത്. 37 വർഷത്തിനിടയിൽ ആദ്യമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി എയർഫോഴ്സ് കമാൻഡർമാരുടെ വാർഷിക യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. 1989 അദ്ദേഹം ചുമതല ഏറ്റതു മുതൽ എല്ലാ വർഷവും മുടങ്ങാതെ നടത്തിയിരുന്ന ഒരു ചടങ്ങായിരുന്നു കമാൻഡർമാരുടെ വാർഷിക യോഗം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുകയും US ആക്രമണത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു നിർണായക ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം. രാജ്യത്തോട് കൂറ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രതീകാത്മക ചടങ്ങാണ് വാർഷിക സമ്മേളനം. ഏതാണ്ട് 4 പതിറ്റാണ്ടുകളായി ഇറാനിയൻ സൈനിക കലണ്ടറിലെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. ഈ വർഷം ഖമേനി അതിൽ പങ്കെടുത്തില്ല. പകരം സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് അബ്ദുൾ റഹീം മൗസാവി അദ്ദേഹത്തിന് വേണ്ടി വ്യോമസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ കണ്ടു. ഇതിനിടെ അമേരിക്ക ഇറാനുമേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണ്. ഇറാൻ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറായില്ല എങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കെ അറബിക്കടലിൽ യുദ്ധസജ്ജമായി നിൽക്കുന്ന US വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിൽ ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തിക്കഴിഞ്ഞു. എന്നാൽ US ആക്രമണം നടത്തിയാൽ അതൊരു വിശാലമായ പ്രാദേശിക സംഘർഷത്തിന് കാരണമാകുമെന്നും അത്തരം നീക്കം മുഴുവൻ മേഖലയിലേക്കും വ്യാപിക്കുമെന്നും ഖമേനി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ആയത്തുള്ള അലി ഖമേനി വിട്ടുനിന്നത് ഒരു സാധാരണ അസൗകര്യമെന്നോ ആരോഗ്യപരമായ ഇടവേള എന്നോ മാത്രം വിലയിരുത്താൻ കഴിയാത്ത സംഭവമാണ്. 1989 ചുമതലയേറ്റതിനു ശേഷം യുദ്ധഭീഷണികളും ഉപരോധങ്ങളും ആഭ്യന്തര കലാപങ്ങളും കടുത്ത അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും കടന്നുപോയിട്ടും അദ്ദേഹം മുടങ്ങാതെ തുടരുന്ന ചടങ്ങായിരുന്നു. അതിനാൽ തന്നെ ഈ അസാന്നിധ്യം ഒരു അഭാവം മാത്രമല്ല, അതൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വീണ്ടും അതിർത്തി ലംഘിക്കുന്ന ഈ ഘട്ടത്തിൽ ഖമേനിയുടെ ഈ നീക്കം കൂടുതൽ അർത്ഥസമ്പുഷ്ടമാകും. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് ഇറാനെതിരെ സ്വീകരിച്ച മാക്സിമം പ്രഷർ നയം ഉപരോധങ്ങളിലൂടെ സാമ്പത്തിക ശ്വാസം മുട്ടിക്കുന്നതിലുപരി സൈനിക ഏറ്റുമുട്ടലിലേക്കും വഴിതെളിച്ച സാഹചര്യമാണ് സൃഷ്ടിച്ചത്. US ആക്രമണത്തിന് തയ്യാറെടുത്തു നിൽക്കുന്നു എന്ന സൂചനകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുമ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് പൊതുവേദിയിൽ നിന്ന് പിന്മാറുന്നത് സ്വാഭാവികമായും സംശയങ്ങൾ ഉയർത്തുന്നു. ഒന്നാമതായി, ഇത് സുരക്ഷാ കണക്കുകൂട്ടലിന്റെ ഭാഗമായിരിക്കാം. യുദ്ധഭീഷണി യാഥാർത്ഥ്യമാകുന്ന ഘട്ടങ്ങളിൽ ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവ് പൊതുസമ്മേളനങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ ഒരു സുരക്ഷാ അപകടമാണ്. പ്രത്യേകിച്ച് ഡ്രോൺ ആക്രമണങ്ങളും സൈബർ യുദ്ധവും സാധാരണമായ ഈ കാലത്ത് നേതാവിന്റെ സാന്നിധ്യം ശത്രുവിന് ഒരു ടാർഗറ്റ് വിൻഡോ തുറന്നുകൊടുക്കും. അതിനാൽ ഖമേനി രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നുവെന്ന വാദം യുക്തിസഹമാണ്. ഇനി രണ്ടാമതായി, ഇതൊരു തന്ത്രപരമായ നീക്കമാണ്. ട്രംപ് ശൈലിയിലെ രാഷ്ട്രീയത്തിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. പ്രതികരണങ്ങളെ ഉത്തേജിപ്പിച്ച് എതിരാളികളെ തുറന്ന വേദികളിലേക്ക് വലിച്ചിഴച്ച് അവിടെ വെച്ച് സമ്മർദ്ദം ചെലുത്തുക. ഖമേനി ഈ കളിയിൽ ഇറങ്ങാതെ നിശബ്ദതയെ ആയുധമാക്കുകയാണെന്ന വിലയിരുത്തലും ശക്തമാണ്. പൊതുവേദിയിൽ പ്രസംഗങ്ങൾ നടത്തി വെല്ലുവിളികൾ ഉയർത്തുന്നതിനു പകരം മറവിൽ നിന്ന് നീക്കങ്ങൾ നടത്തുന്നത് അമേരിക്കൻ കണക്കുകൂട്ടലുകളെ ആശയക്കുഴപ്പത്തിലാണ്. മൂന്നാമതായി, ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയ ഘടനയും ഇവിടെ നിർണായകമാണ്. ഖമേനി ഒരു വ്യക്തി മാത്രമല്ല, ഒരു സംവിധാനത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. റവല്യൂഷണറി ഗാർഡ്സ്, സൈനിക കമാൻഡുകൾ, ഇന്റലിജൻസ് നെറ്റ്വർക്കുകൾ ഇവയെല്ലാം ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു ശക്തിക്ക്. വാർഷിക യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് ഈ സംവിധാനത്തിന് ഡീസെൻട്രലൈസ്ഡ് കമാൻഡ് എന്ന നിലയിലേക്ക് നീങ്ങാൻ നൽകിയ ഒരു സൂചനയായിരിക്കും. അതായത്, ഒരു ആക്രമണം ഉണ്ടായാൽ പോലും തീരുമാനമെടുക്കാൻ ഒരു വ്യക്തിയിൽ ഒതുങ്ങാത്ത പല കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കും. ട്രംപിന് തിരിച്ചടി നൽകാനുള്ള ശ്രമം എന്ന നിലയിൽ ഈ അസാന്നിധ്യം ഒരു വലിയ നീക്കത്തിന്റെ തുടക്കവുമാണ്. തുറന്ന യുദ്ധം ഒഴിവാക്കി പ്രോക്സി ശക്തികളിലൂടെയും സാമ്പത്തിക രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിലൂടെയും അമേരിക്കയെ പ്രതിരോധിക്കുക എന്നതാണ് ഇറാന്റെ പാരമ്പര്യ തന്ത്രം. ഖമേനി പൊതുവേദിയിൽ നിന്ന് മാറി നിൽക്കുന്നത് ഈ നീക്കങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകും. പരസ്യ പ്രസ്താവനകളുടെ ചങ്ങലകളില്ലാതെ രഹസ്യ നയതന്ത്രവും സൈനിക സജ്ജീകരണവും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് സഹായിക്കും. ഈ സംഭവം ഒരു മുന്നറിയിപ്പായി വായിക്കേണ്ടതാണ്. ഖമേനിയുടെ അസാന്നിധ്യം ബലഹീനതയുടെ അടയാളമല്ല, മറിച്ച് നിയന്ത്രിതമായ ഒരു ശക്തി പ്രകടനമാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ ആക്രമണാത്മക ഭാഷയ്ക്കും ഭീഷണികൾക്കും മറുപടിയായി ഇറാൻ തിരഞ്ഞെടുത്തത് ശബ്ദമില്ലാത്ത എന്നാൽ ആഴത്തിൽ ചെന്ന് പതിക്കുന്ന ഒരു തന്ത്രമാണ്. ഈ നിശബ്ദതയ്ക്ക് പിന്നിൽ എന്തെല്ലാം നീക്കങ്ങളാണ് രൂപപ്പെടുന്നത് എന്നത് വരാനിരിക്കുന്ന ദിവസങ്ങൾ ലോകത്തെ പഠിപ്പിക്കും. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഖമേനി വേദിയിൽ നിന്ന് വിട്ടുനിന്നത് കളി വിട്ടു എന്നതിനല്ല, കളിയുടെ നിയമങ്ങൾ മാറ്റാനാണ്.